ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറച്ച് കാലത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. അപ്പം എല്ലാവരും ശ്രമിക്കുക. അപ്പൊ എന്ന് പറഞ്ഞാല് നമ്മളെ ബോസ് വിളിച്ചു വരാണ്, ബോസിന്റെ ബിൽഡിംഗൊക്കെ വരാൻ പറഞ്ഞു. നമുക്ക് നേരെ ബോസിന്റെ ബിൽഡിംഗൊക്കെ പോയേക്ക്. എന്താ കാര്യമൊന്നും നമ്മളോട് പറഞ്ഞിട്ട് നമ്മളെ ബോസ് വിളിച്ചാണ്ട് ബിൽഡിംഗ് പെട്ടെന്ന് വരാനാ പറഞ്ഞത്. ഇനി എന്തിനാന്നൊന്നും അറിയില്ല. നമുക്ക് നേരെ ബോസിന്റെ ബിൽഡിംഗൊക്കെ നേരെ പോവാം. അതേപോലെ തന്നെ ബോസിന്റെ ബിൽഡിങ്ങിലൊക്കെ എത്തിക്കണം. നമുക്ക് നേരെ വണ്ടി ഇവിടെ നിർത്തിക്കാണ്ട് ബോസിനോട് സംസാരിച്ചു നോക്കാം. നമുക്ക് ബോസിന്റെ ബിൽഡിംഗ് കുറച്ച് മുകളിലായിട്ട് നമുക്ക് നേരെ പോയി സംസാരിച്ച് വരാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ബോസിനോട് സംസാരിച്ച് ബോസ് പറഞ്ഞ ഒരു വണ്ടി ഉണ്ട്, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോയി കുറച്ച് പ്രൊസീജിയറൊക്കെ ചെയ്താലേ മാത്രമേ വണ്ടി ഇറക്കാൻ പറ്റുള്ള. വണ്ടി അപ്പൊ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പൊ ഈ വണ്ടി നിസാൻ GT കാർ എന്നാണ് ഇതിന്റെ പേരും. അപ്പം ഇതാണ് ഈ വണ്ടി. അപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയാണ്ട് അതൊക്കെ ചെയ്താൽ നമ്മൾ എടുക്കാനാ പറഞ്ഞത്. അപ്പൊ നമ്മൾ വണ്ടി നോക്കിയിട്ട് പറയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് വണ്ടി നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ട് ചെയ്താലോന്നൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്താൽ ശരിയായിട്ട് നമ്മളോട് എടുക്കാനെന്നാ പറഞ്ഞത്. ഇപ്പൊ ഇനിയിപ്പോ ബോസ് മാറ്റി പറയുമെന്നൊന്നും അറിയില്ല. നമുക്ക് ഏതായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ പോകാം. നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ശരിയാവാൻ നോക്കാം. അതിനുശേഷം തന്നെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി വന്നിട്ട് നമുക്ക് ശരിയാക്കുന്ന വണ്ടി എടുത്തുകൊണ്ടാവും. അതിനുശേഷം തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിക്കണം. ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിർത്തുന്ന സ്ഥലം ഉണ്ടാവും നോക്കാം. പക്ഷെ അവിടെ നിർത്തുന്ന സ്ഥലം ഇവിടെ നിർത്തുന്ന സ്ഥലം നമുക്ക് ഇവിടെ ആയിട്ട് നിർത്തിടാം. പക്ഷെ ഇവിടെ നിർത്തിയിട്ട് പോലീസുകാരോട് ചോദിച്ചു നോക്കാം. ഒരു അയക്കൂല എന്നാ ബോസൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ബോസ് അവിടെ നിർത്തിയിട്ട് പുറത്തുകൊന്നും ഇറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ സംസാരിച്ചു നോക്കാം. ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് നേരെ പോലീസുകാരോട് കുത്തിരിക്കണം. ഓരോട് സംസാരിക്കും. മുന്നിൽ 2 പോലീസുകാരുണ്ട്. നമുക്ക് നേരെ ഹലോ സാർ, അപ്പൊ ഇന്റെ ഒരു പഴയ ഒരു വണ്ടി ഉണ്ട്, അതിപ്പോ മോഡിഫൈ ചെയ്തിട്ട് പുറത്തേക്ക് ഇറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്യേണ്ടത്? അതൊന്നും ചെയ്യണ്ട, കുറച്ച് പൈസ തന്നാലേ അപ്പൊ തന്നെ ശരിയാക്കി ഇപ്പൊ തന്നെ കൊണ്ടുപോകാനുള്ളൂ. കുറച്ച് പൈസ ഏറെ തരുന്നുള്ളൂ. അങ്ങനെയാണ്, പൈസ തന്നാലൊക്കെ ശരിയാവൂല. നേരത്തെ ബോസ് തരുവല്ലോ. ഒന്നുമില്ല, ഞാന് പറഞ്ഞ ബോസ് വണ്ടി എടുക്കാൻ പറ്റൂല എന്നാണ് എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പൊ വണ്ടിയൊക്കെ കിട്ടൂല, കുറച്ച് പൈസ തരാം. ഞാൻ പൈസ തന്നാലും വണ്ടി കിട്ടൂല, ഞാൻ പൈസ തരാം. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് വണ്ടിയൊക്കെ നമ്മൾ സ്വന്തമാക്കിയത്. അപ്പൊ നമുക്ക് പൈസ കൊടുത്ത് നമ്മൾ സ്വന്തമാക്കി. കുറച്ച് പോലീസുകാരൊക്കെ ഉണ്ട്, ഓർക്ക് പൈസന്റെ ആവശ്യമില്ലല്ലോ. ഓർക്ക് പൈസ കിട്ടിയപ്പം നമ്മളെ വണ്ടി സ്വന്തമാക്കണം. അപ്പൊ നമുക്ക് നേരെ ബോസിന്റെ ബിൽഡിംഗ് പോയിട്ട് ബോസിനോട് കാര്യം പറയാം. അപ്പൊ ഫസ്റ്റ് ബോസ് പറഞ്ഞിട്ട് ഓല് സ്വീകരിച്ചതാന്ന് പറഞ്ഞു. ഇനിയിപ്പോ ബോസിന് എന്ത് തർക്കം ഉണ്ടായിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ കാര്യം പറഞ്ഞപ്പോൾ ഓർക്ക് പൈസ കൊടുത്താല് ആക്കി തരാം. നമുക്ക് നേരെ ബോസിന്റെ ബിൽഡിംഗൊക്കെ പോവാം. ഹലോ ഗൈസ്, തന്നെ ബോസിന്റെ ബിൽഡിങ്ങിൽ എത്തി. നമുക്ക് നേരെ ബോസിനോട് കാര്യം പറഞ്ഞാണ് വണ്ടി എടുത്തു പോവാം. കാര്യം മര്യാദ എടുത്തുകൊണ്ട് ഒരു മര്യാദ ഇല്ലല്ലോ. നമുക്ക് നേരെ ബോസിനോട് കാര്യം പറയാൻ നടന്നാക്കാം. ബോസിനോട് എല്ലാ കാര്യം പറയാം. അപ്പൊ ബോസ് ഒരു കാര്യം കൂടെ പറഞ്ഞ്, ഇവിടെ നമ്മളെ കാർ ഗരാജ് ഒഴിവാക്കിയാണ്ട് ഒരു പുതിയൊരു ബിൽഡിങ് വന്നിട്ടുണ്ട്. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പേര് നിങ്ങൾക്ക് അറിയില്ല, ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഈ കാർ താണ് അങ്ങോട്ട് തന്നെ പോയൊക്കെ. നമ്മളെ ഫസ്റ്റത്തെ കാറാണ്. അപ്പൊ ഇതിർത്താണ് നമുക്ക് നേരെ പോയൊക്കെ. അപ്പൊ ഇതിന്റെ കളർ മാറ്റാൻ താഴെ കമന്റ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. നമുക്ക് നേരെ ഞങ്ങോട്ട് പോവാം. ഹലോ ഗൈസ്, അങ്ങനെ ഈ സ്ഥലത്തേക്ക് എത്തി. ഇതിപ്പോ എന്താണെന്ന് പിടുത്തം കിട്ടില്ല. ഇവിടെ കുറെ ഒരു ബിൽഡിംഗ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും താഴെ കമന്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു സ്ഥലം നമുക്ക് നേരെ പോകാൻ പറ്റുമോ? ഇതിൽ കൂടെ പോകാൻ പറ്റില്ല. ഇവിടെ ആളൊക്കെ നിൽക്കണം. പക്ഷെ നമുക്ക് വളച്ചാണ് അങ്ങോട്ട് പോയേക്കാം. ഇവിടെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. ഇവിടെ ബിൽഡിംഗ് 3 ബിൽഡിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റും. ഇവിടെ കുറച്ച് കല്ലും സിമെന്റും ഒക്കെ ഉണ്ട്. പിന്നെ ബിൽഡിങ്ങുകളുടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ബിൽഡിങ്ങിന്റെ മുകൾക്ക് കയറാനൊക്കെ പറ്റുന്ന തോന്നുന്നത്. പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ കല്ലും സിമെന്റും പണി നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാക്കാൻ വേണ്ടിട്ട് ഒക്കെ കൊടുക്കുന്നേ. പിന്നെ നമുക്ക് സ്റ്റെപ്പ് നമുക്ക് കയറാൻ പറ്റുമെന്ന് പോയി നോക്കാം. ഇവിടെ സ്റ്റെപ്പ് ഉള്ളത്, ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് നേരെ സ്റ്റെപ്പിന്റെ മുകൾക്ക് കയറാൻ പറ്റുമോ നോക്കാം. സ്റ്റെപ്പിന്റെ മുകൾക്ക് കയറാൻ പറ്റും. നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാത്തേക്ക് മുകൾക്ക് കയറണം. ഇത് നമ്മൾ ആദ്യത്തെ ഒരു ഡൂക്ക് ബൈക്കാണ്. അപ്പം അത് നമ്മൾ മോഡിഫൈ ചെയ്ത് ഇറക്കിയതാണ്. അപ്പം ഈ മോഡിഫൈ ബൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പക്ഷെ നമുക്ക് നേരെ മോഡിഫൈ ബൈക്ക് ആയിട്ട് നമുക്ക് നേരെ പുറത്ത് കറക്കാം. പക്ഷെ അപ്പൊ ഇതാണോ ആദ്യത്താണോ നിങ്ങൾക്ക് ബൈക്ക് ഇഷ്ടപ്പെട്ടതിന് താഴെ കമന്റ് ചെയ്യുക. പക്ഷെ നമുക്ക് നേരെ പുറത്ത് കറക്കാം. പക്ഷെ അങ്ങനെ ഇതിൽ കൂടെ ഒക്കെ പുറത്ത് കയറും. ഇവിടെ ഒരു മതിലൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് പുറത്ത് കറക്കി. അത് പക്ഷേ ഈ കൊച്ചു കൂടെ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത നല്ലൊരു കാണിക്കും. ബൈ.